ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിഷയം എന്ന് വെച്ചാൽ, നമുക്കെന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മളതിനെ വളർത്തിയെടുക്കണം. എൻ്റെ ഒരു പാഷൻ എന്ന് വെച്ചാൽ കയ്യിൽ കെട്ടുന്ന എന്തിനേയും വേറൊരു രൂപമാക്കി മാറ്റുക. അങ്ങനെ എനിക്ക് കിട്ടുന്ന അവസരമൊക്കെ മെയിൻലി ഞാൻ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഞാൻ എൻ്റെ ആർട്ട് വർക്കൊക്കെ ചെയ്തത്. പക്ഷേ അത് എനിക്കൊരു നേട്ടത്തിന് വേണ്ടി വെച്ചാൽ ഓൺലി ഫോർ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് കിട്ടുന്ന സമയങ്ങളെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനത്തിനെ ഒരു ആർട്ട് പീസാക്കുന്നു. അങ്ങനെ ഞാൻ നിയർലി 500 ആർട്ടിക്കിൾ ഉണ്ടാക്കി സ്വന്തമായിട്ടൊരു ഗാലറി ഞാൻ ഉണ്ടാക്കി. ആ ഗാലറിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാനതിന് പേരിട്ടിരിക്കുന്നത് ലേഹാസ് ഗലേറിയ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്ക് അതുപോലെ എല്ലാവർക്കും തന്നെ ഇത് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് ഇങ്ങനെയൊക്കെ രൂപാന്തരപ്പെടുത്താമോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല, മീൻസ് ആർട്ട് വർക്കിന് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ MA സോഷ്യോളജി കഴിഞ്ഞു. എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ആ ജോലിയുടെ ഇടയിൽ കിട്ടുന്ന അവസരം, കിട്ടുന്ന ടൈം, ആ സമയത്താണ് ഞാൻ ഇത്രയും ആർട്ട് വർക്ക് ഉണ്ടാക്കി. എനിക്ക് യൂണിവേഴ്സൽ റെക്കോർഡ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഗിന്നസ് അറ്റംപ്റ്റും കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കിട്ടുമോ എന്ന് എനിക്കറിയില്ല. റെക്കോർഡ് വെയിറ്റ് ചെയ്യുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. അല്ലെങ്കിലും എനിക്കൊരാശ്വാസം, എൻ്റെ കഴിവിനെ ഞാൻ ഇത്രയും ഉയർത്തിയെടുത്തല്ലോ. ഇത് മറ്റുള്ളവരുടെ മുമ്പേ കാണിക്കാനും ഞാൻ ഭയങ്കര താല്പര്യം കാണിച്ചു. അങ്ങനെയാണ് ഞാനിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ നിലയിലെത്തിയത്. എല്ലാവരും വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് ആയാലും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൊളീഗ്സ്. ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയമാണ് ഞാൻ എൻ്റെ ആർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇത് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ലേഖാസ് ഗലേറിയ, ഇത് ഇടപ്പഴിഞ്ഞി CSM നഗറിലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഈ ഗാലറി തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ അടുത്ത ഒരു ജൂൺ മാസങ്ങളിൽ നല്ല രീതിയിൽ ഈ ഗാലറി ഇത് ജനങ്ങളെ ഒന്ന് കാണിക്കത്തക്കവണ്ണം പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഒരുപക്ഷെ എല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ആഗ്രഹം സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഈ ഗാലറി സന്ദർശിക്കാനായിട്ട് ഒരു അവസരം ഞാൻ ഒരുക്കാം. അത് മിക്കവാറും ഈ മാസം നടക്കില്ല. ഒരു മെയ് മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് ആരംഭിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.